നാം മനുഷ്യരാണ്. മനുഷ്യരായതുകൊണ്ട് തന്നെ മനുഷ്യർക്കുണ്ടാകേണ്ട ഒരുപാട് ഗുണങ്ങൾ സമ്മേളിച്ചവരാണ് നമ്മൾ. മനുഷ്യർ വിനിമയങ്ങൾ നടത്തുന്നു, അതുപോലെ പണം ഇടപാടുകൾ നടത്തുന്നു തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ സാമൂഹ്യമായ ഇടപെടലുകളിലൂടെ നമ്മൾ ചെയ്തു വരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരന് ഒരു പ്രയാസമെത്തുമ്പോൾ എങ്ങനെയെങ്കിലും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ നമ്മൾ കടം നൽകാറുണ്ട്. പലപ്പോഴും നൽകിയ കടം തിരിച്ചു കിട്ടാറുണ്ട്, ചിലപ്പോൾ തിരിച്ചു കിട്ടാറില്ല. എന്നാലും മനുഷ്യർ പരസ്പരം പണമിടപാടുകൾ നടത്താറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് കടം. എന്നാൽ ഇതാ കടം നിരുപാധികം നൽകുന്നവർക്ക് ഒരു തടിവിലങ്ങായി AI പ്രവർത്തിക്കുന്നുവെന്ന വാർത്ത ഈ അടുത്തായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഥവാ ഏതു മേഖലയിലും വർത്തമാനകാലത്ത് ഇടപെടുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ മേഖലയിലും ഇടപെടുകയാണ്. മറ്റൊരാളുടെ ശബ്ദം നിരുപാധികം അനുകരിക്കാൻ സാധിക്കുന്നുവത്രേ. അദ്ദേഹം സംസാരിക്കുന്ന അതേ ടൂണിലൂടെ, അതേ ഭാഷയിലൂടെ, അതേ സ്വരത്തിലൂടെ സംസാരിക്കാൻ AI ഉപയോഗിച്ചുകൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നുവത്രേ. ആ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ അടുത്ത് നടന്ന ചൂഷണം ചെറുതല്ല. ഈ അടുത്ത് പഞ്ചാബുകാരിയായ ഒരു സ്ത്രീ, 59 വയസ്സുകാരിയാണ്, AI വോയിസ് തട്ടിപ്പിന് ഇരയാവുകയായിരുന്നു. കാനഡയിലുള്ള തൻ്റെ അനന്തരവൻ പ്രഭജോത് ആണ് വിളിക്കുന്നത് എന്ന സ്വരത്തിലായിരുന്നു ആ സ്ത്രീയോട് ആ രാത്രിയിൽ സംസാരിച്ചത്. അദ്ദേഹം എൻ്റെ മരുമകനെ പോലെയാണ്, ഞങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന പഞ്ചാബി ഭാഷയിൽ എല്ലാം കൃത്യമായാണ് അദ്ദേഹം സംസാരിച്ചത് എന്ന് ആ സ്ത്രീ ഓർക്കുകയാണ്. രാത്രിയേറെ വൈകിയാണ് കോളെത്തിയത്. തനിക്കൊരു അപകടമുണ്ടായി, ജയിലിൽ കിടക്കാൻ പോവുകയാണെന്നും പണം നൽകി സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചു. കൂടാതെ സംഭവം രഹസ്യമായിരിക്കണമെന്നും ആരോടും പറയരുതെന്നും നിർദ്ദേശിച്ചു എന്നായിരുന്നു ആ തട്ടിപ്പിനിരയായ സ്ത്രീ ഓർത്തെടുത്തത്. ഇതിനെ തുടർന്ന് അവരാവശ്യപ്പെട്ട തുക ഓൺലൈനായി അടച്ചു കൊടുക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് കാനഡയിലുള്ള തൻ്റെ യഥാർത്ഥ അനന്തരവൻ പിന്നീട് കോൾ ചെയ്തപ്പോഴാണ് തട്ടിപ്പിനിരയായ സംഭവം ആ സ്ത്രീ അറിഞ്ഞത്. അപ്പോഴേക്കും തൻ്റെ പണം നഷ്ടമായിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ നിന്നോ സെയിൽസ് കോളുകൾ പോലുള്ള പൊതു ഡൊമൈനിൽ ലഭ്യമായ ഡാറ്റ ഉപയോഗിച്ചോ ആളുകളുടെ വോയിസ് കൈക്കലാക്കിയ ശേഷം AI സഹായത്താൽ ഈ ശബ്ദം അതേപടി അനുകരിച്ചാണ് തട്ടിപ്പുകാർ നടത്തുന്നത്. അതിനാൽ ഇത്തരത്തിൽ അടിയന്തര സാഹചര്യം വിശദീകരിച്ച് പണം ആവശ്യപ്പെട്ട് കോളുകൾ എത്തിയാൽ നമ്മൾ ജാഗ്രത പാലിക്കണം എന്നാണ് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടുള്ളത്.